NMMS പരീക്ഷയ്ക്ക് പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സോഷ്യൽ സയൻസിന്റെ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു വീഡിയോ ആണ് ഇത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ തന്നിരിക്കുന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യത്തിൽ എന്തോ പറഞ്ഞേക്കുന്നത്, ഇന്ത്യൻ പാർലമെന്റിന്റെ സമ്മേളനം വിളിച്ചു കൂട്ടുന്നതാണ്. ദ സെഷൻസ് ഓഫ് ദ ഇന്ത്യൻ പാർലമെന്റ് ആർ സമ്മോൺഡ് ബൈ. ആരാണ് സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാണ്. പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, പഠിച്ചു കാണുമല്ലോ, ഇല്ലെങ്കിൽ ഇനി പഠിച്ചു വെച്ചോ. ഇന്ത്യൻ പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടുന്ന ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ് എന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. രണ്ടാമത്തെ ചോദ്യം ഇത്ര മാത്രം. എ ബിൽ മീൻസ്, എന്താണ് ഒരു ബിൽ? ബിൽ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവർക്കും അറിയാം. ഒരു നിയമത്തിന്റെ കരട് രൂപം അല്ലെങ്കിൽ എ ലോ ഇൻ ഡ്രാഫ്റ്റ് ഫോം ആണ് എന്തെന്ന് പറയുന്നത് ബിൽ. അപ്പൊ ബിൽ എന്തോ? എ ലോ ഇൻ ഡ്രാഫ്റ്റ് ഫോം. മൂന്നാമത്തെ ചോദ്യം, എവരി ഡേ ദ സെഷൻസ് ഓഫ് ദ പാർലമെന്റ് ഇൻ ഇന്ത്യ ബിഗിൻസ്. ഇന്ത്യൻ പാർലമെന്റിലെ സെഷൻസ്, സമ്മേളനങ്ങൾ ഓരോ ദിനവും ആരംഭിക്കുന്നത് ഏതിലൂടെയാണ്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളതാണ്, നിങ്ങൾക്കറിയാം. ആരംഭിക്കുന്നത് ഏത് ഹവറിലൂടെയാണ്? ക്വസ്റ്റ്യൻ ഹവറിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ പാർലമെന്റ് സമ്മേളനങ്ങൾ എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത്. അപ്പൊ ഈ ഓരോ ചോദ്യങ്ങളും നിങ്ങൾ കൃത്യമായി പഠിച്ചു വെച്ചേക്കണം. ഇമ്പോർട്ടന്റ്, ചോദിക്കും. അടുത്ത ചോദ്യം, ദ ജോയിന്റ് സിറ്റിംഗ് ഓഫ് ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം. നേരത്തെ പറഞ്ഞത് വെറും സമ്മേളനം, ഇവിടെ പറഞ്ഞ എന്തോ? സംയുക്ത സമ്മേളനം അധ്യക്ഷത വഹിക്കുന്നത് ആര്? എന്തോ ചോദ്യം? അധ്യക്ഷത മീൻസ് പ്രിസൈഡ് ചെയ്യുന്നത് ആരെന്നാണ്, അല്ല വിളിച്ചു കൂട്ടുന്നത് ആരെന്നല്ല ചോദ്യം. ഈ ജോയിന്റ് സിറ്റിംഗ്, സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ട്, അല്ലെങ്കിൽ പ്രിസൈഡ് ചെയ്തിരിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിക്കുക, സ്പീക്കർ ഓഫ് ലോകസഭ. ആരാണ്? ലോകസഭ സ്പീക്കറാണ് സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ട് ഇരിക്കുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് നോട്ട് ട്രൂ ഓഫ് ലോക അദാലത്ത്. ലോക അദാലത്തിനെ സംബന്ധിച്ച് ശരിയല്ലാത്തതാണ് ചോദ്യം. ശരിയല്ലാത്തതാണ് തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾക്കറിയാം ജനകീയ കോടതിയാണ്, പീപ്പിൾസ് കോർട്ടാണ്. സന്നദ്ധ നീതിന്യായ വ്യവസ്ഥയാണ്, വോളണ്ടറി ജുഡീഷ്യൽ സിസ്റ്റമാണ്, അതും കറക്റ്റ് ആണ്. ഡിസ്പോസ് കേസസ് ത്രൂ നെഗോഷിയേഷൻ, ചർച്ചകളിലൂടെ കേസുകൾ തീർപ്പാക്കുന്ന ഒരു ടീമാണ് എന്തെന്ന് പറഞ്ഞത്? ലോക അദാലത്ത് എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ശരിയല്ലാത്തതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടല്ലോ. അപ്പോൾ മറ്റു 3 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ലോക അദാലത്തിനെ കുറിച്ച്, ജനകീയ കോടതിയാണ്, സന്നദ്ധ നീതിന്യായ വ്യവസ്ഥയാണ്, അതോടൊപ്പം ചർച്ചകളിലൂടെ കേസുകൾ തീർപ്പാക്കുന്നു. ഇതൊക്കെ ലോക അദാലത്തിനെ കുറിച്ചുള്ള പോയിന്റ്സ് ആണ്, പഠിക്കുക. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാസ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് വെച്ചാൽ എന്താണ്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. ഇപ്പം കേരളത്തിന്റെ കേസ് പറഞ്ഞാൽ നമുക്കൊരു നിയമനിർമ്മാണ സഭയേ ഉള്ളൂ, നിയമനിർമ്മാണ സമിതി ഇല്ല. അപ്പൊ സമിതി വരുന്ന കുറച്ച് സംസ്ഥാനങ്ങളുണ്ട്. അതിൽ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഈ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ രണ്ട് ഏതൊക്കെയാ? നിയമനിർമ്മാണ സഭയും നിയമനിർമ്മാണ സമിതിയും. ഏതൊക്കെയാണ് ലെജിസ്ലേച്ചർ? ഏതൊക്കെ ലെജിസ്ലേച്ചർ ആണ്? ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലുമുള്ള സ്റ്റേറ്റുകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചത്. അതിന് ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ വെച്ച് പറയുകയാണെങ്കിൽ എവിടെയാണ് ദ്വിമണ്ഡല സഭയുള്ളത്? കർണാടകയിൽ മാത്രമാണ്. എവിടെയാണ്? കർണാടകയിൽ. ബാക്കി മധ്യപ്രദേശിലോ തമിഴ്നാട്ടിലോ രാജസ്ഥാനിലോ ഇല്ല. കേരളത്തിലും ഇല്ല. കേരളവും ബൈക്യാമറലല്ല, സിംഗിൾ ആണ് കേട്ടോ. കേരളത്തിലും ദ്വിമണ്ഡലമല്ല. അപ്പൊ കേരളമൊക്കെ ഈ 4 സംസ്ഥാനങ്ങളിലും ഇല്ല. പക്ഷെ കർണാടകയിലുണ്ട്, പിന്നെ ആന്ധ്രയിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, ഉത്തർപ്രദേശിലുണ്ട്, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നോക്കി ഈ പറയുന്ന ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഉള്ള സംസ്ഥാനങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഓക്കെയാണ്. അടുത്ത ചോദ്യം, ദ ക്വാറം റിക്വയർമെന്റ് ഇൻ ദ രാജ്യസഭ. എന്തുവാ? രാജ്യസഭ യോഗം ആരംഭിക്കുവാൻ വേണ്ടിയ ചുരുങ്ങിയ അംഗസംഖ്യ. എത്ര കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ രാജ്യസഭയിലെ സമ്മേളനം കൂടും? യോഗം ചേരണമെങ്കിൽ ഒരു മിനിമം ഇത്ര ആളുകൾ വേണം. എത്ര ആളുകൾ വേണം എന്ന് ചോദിച്ചാൽ 25 പേര് വേണം. മാക്സിമം അല്ല, മിനിമം 25 പേരുണ്ടെങ്കിൽ രാജ്യസഭാ യോഗം എന്ത് ചെയ്യും? ആരംഭിക്കും. അപ്പൊ പഠിച്ച് വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, ദ ജോയിന്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ് ഇന്ത്യ ഈസ് പ്രിസൈഡഡ് ഓവർ. ആരാണ് പ്രിസൈഡ് ചെയ്യുന്നത്? ആരാണ്? നമുക്കറിയാം, സ്പീക്കർ ഓഫ് ലോകസഭ. ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനം. കണ്ടോ, ക്വസ്റ്റ്യൻ മാറി, പക്ഷെ ഒരേ ക്വസ്റ്റ്യൻ തന്നെ, ഡയലോഗിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഈ വീഡിയോ തന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടതാണ്. സംയുക്ത സമ്മേളനത്തിലെ അധ്യക്ഷത വഹിക്കുന്ന ആരാണ്? ലോകസഭ സ്പീക്കറാണ്. ഓക്കെ, സെറ്റ്. അടുത്ത ചോദ്യം, ഹു അപ്പോയിന്റ് ദ സ്റ്റേറ്റ് ഗവർണർ. സ്റ്റേറ്റിന്റെ ഗവർണർ. നമ്മുടെ കേരളത്തിൽ എന്തുണ്ട്? ഗവർണർ ഉണ്ട്. ആ സ്റ്റേറ്റ് ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് നിയമിക്കുന്നത്? സ്റ്റേറ്റ് ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ ആരാണടാ? ഇന്ത്യൻ
പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി വിച്ച് among the following decide whether a bill is a money bill? എന്താണ് ബില്ലെന്ന് നമ്മൾ ഈ വീഡിയോ പഠിച്ചു. ആ ബില്ല് മണി ബില്ലാണോ ധനകാര്യ ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? ഒരു ബിൽ ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരാണ്? അപ്പൊ ആരാണ് തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിക്കുക, സ്പീക്കർ ഓഫ് ലോകസഭ. ലോകസഭ സ്പീക്കർ ആണ് ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്, മറ്റാരും അല്ല. അത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതോടൊപ്പം ഒന്ന് വന്ന് നോക്കിയേക്കുക, വീഡിയോ പുതിയത് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കോണം. അപ്ഡേഷൻ അറിയാൻ വേണ്ടി ന്യൂജൻ മാത്ത് എന്ന വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഓരോരോ വീഡിയോയുടെ അപ്ഡേഷൻ ആ വാട്സ്ആപ്പ് ചാനലിൽ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾ അറിയുകയും ചെയ്യും, വീഡിയോ കാണുകയും ചെയ്യും, നിങ്ങൾക്ക് NMMS കിട്ടുകയും ചെയ്യും. എല്ലാവർക്കും ബൈ, താങ്ക് യു.